സാധ്യമെല്ലാം ധൃതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടു മന്ദം നന്ദം നടന്നിതു. യോധപന്മാർ മരുവീടും മണിമയം സൗധങ്ങളും പുരി ശോഭയും കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനീം. താരാ ജഗന്മനോമോഹിനി സുന്ദരീ ലക്ഷ്മീ സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയാൽ മന്ദസ്മിതം പൂണ്ടു ചെന്നാളഹോതവ മന്ദിരമായതീരെന്നറിഞ്ഞീലയോ ഭക്തനായത്രയോ മൊത്തമാനായ തവ ഭൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തോരോ ഗതിച്ചാബല്യമേറുമി ജാതികൾ കോർക്കണം. മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖിച്ചിടുന്നു ദീനനായി നാനാദിഗന്ധരം തോറും മടുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വസ്തുതിക്കീനും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതോ കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നഗ്നഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവാർവാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. തത്രഭം വിസ്തൃതനായ സുഗ്രീവനും സത്വരാമുസ്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വികുലീദേശണനാം കവി സത്തമനെ കണ്ടോ കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൾ നീരകു. സത്തമൻ തന്നെ മറന്നിതെന്തിങ്ങനെ മിത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജാമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചെന്നതു കേട്ടതീനുത്തരം മാരുത പുത്രനും ചൊല്ലിനാൻ. ഇത്താമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കും വിധു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്തൃതനായിരുന്നിടുകയില്ലേതും വിസ്മയമമ്മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കൂ മാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ഞനായി നിൽക്കും ദശാന്തരെ സുഗ്രീവനർക്യപാധ്യാധ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനാധ്യഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും നിന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും മുൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതു മൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രിയമധികമുണ്ടാകയാൽ
സങ്കടം കൊണ്ടോ പറഞ്ഞിതു ജാനടോ. വൈകാതെ പോകെ വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നിതുമുടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരിഭൃംഗാശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗദൈരല മഞ്ജസാവാനരസേനയോടും ദദാം ചാമരശ്വേതപത്ര വ്യാജനവാൻ സാമര സൈന്യ നഖണ്ഡലനെപ്പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കവിവരൻ. ഗഹ്വരദ്വരീശലാതലെ വാഴുന്ന വിഹല മാനസം ശ്രീരാജിനധരം ശ്യാമം ജടാമകുടോജ്ജലം മാനവം രാമം വിശാലവിലോലവിലോചനം ശാന്തം മൃദുസ്മിതാചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തനം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയസേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൾ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂജിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നൊരു ചെയ്തുട നൈക്യഭാവേന പിരിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളാവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരം ഒന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാധരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരിക്കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരിതസ്തീപശൈല നിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരൂ മുർവീപതേ കാമരൂപികളത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീരമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശസംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശ ഗജശക്തിയുള്ളോരുണ്ടു കേജിതമിതപരാക്രമമുള്ളവർ കേജി മൃഗേന്ദ്ര സമാന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോവലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേജന രക്ത